ഹായ്. അങ്ങനെ എമ്പുരാൻ കണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ എമ്പുരാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ പറയാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് പറയാൻ തോന്നുള്ളൂ. കാരണം ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ നോക്കി ഒരു രക്ഷയില്ല, എവിടെയും ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നാണ് എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് സിനിമയിൽ കിട്ടിയില്ല. കാരണം ലൂസിഫർ ഒക്കെ കണ്ട സമയത്ത് എനിക്ക് ചില സീനുകളൊക്കെ കാണുമ്പോൾ കുറച്ച് ഒരു കോടിത്തിരിപ്പും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ രസം ഒന്നും ഈ എമ്പുരാൻ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ തോന്നിയില്ല. ചുമ്മാ കണ്ടിരുന്നു. അവിടെ ഇവിടെ കുറച്ച് സീനുകൾ മാത്രമാണ് നമുക്ക്, അതായത് എനിക്ക് കുറച്ചുകൂടി കൊള്ളാം എന്നുള്ള രീതിയിൽ തോന്നിയത്. ബാക്കിയെല്ലാം എന്തോ ഒരു തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് ഈ സിനിമ കൊണ്ടുപോയി. അതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലൂസിഫർ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നിയിരുന്നു. ആ ഒരു ഫീലൊന്നും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ ലാലേട്ടന്റെ സീക്വൻസ് ഒക്കെ വളരെ കുറവായോ എന്നുള്ളത് പോലെ തോന്നുന്നുണ്ട്. അതേപോലെ ലാലേട്ടന്റെ ഡയലോഗ്സ് ഡെലിവറി അതും വളരെ കുറവാണ്. ഓവറോൾ എല്ലാവരുടെയും അതായത് ഒരുവിധം എല്ലാവരെയും ഈ സിനിമയിൽ, പഴയ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിലില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കഥ ഞാൻ പറയാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതില് വേറൊരു റിവെഞ്ച് സ്റ്റോറിയും കൂടി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഒരു നല്ലൊരു സീനും തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മുണ്ടൊക്കെ ഒന്ന് മടക്കിയെടുത്ത് കുറച്ച് ഡയലോഗ്സും അങ്ങനത്തെ ഒരു സീന് ആകെ ഒരു ഇത്തിരി നേരമാണ് ലാലേട്ടനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുറവ് സിനിമയിൽ കാണിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മഞ്ജു വാര്യരൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലേഡി ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോയും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ലാലേട്ടൻ ലൂസിഫർ കണ്ട സമയത്ത് എനിക്ക് ലാലേട്ടനിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം എനിക്ക് എമ്പുരാനിൽ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഈ സിനിമ കണ്ടിട്ട് എക്സ്പീരിയൻസ് എന്താണ്? അതായത് ഭയങ്കര ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഓവറോൾ നോർമൽ ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.